സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ഈ ആഗോള സഭയിലെ ഈ 14ാമത്തെ ഞായറാഴ്ച, ഓർഡിനറി ടൈം 14th വീക്ക്, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാനായിട്ടാണ്. നമുക്കറിയാം, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, പണ്ട് ശിലായുഗത്തിൽ മനുഷ്യൻ ഒരു പ്രാകൃത മനുഷ്യനായിട്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. ചിന്താഗതിയൊക്കെ മാറി. ഇന്നിപ്പോൾ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന വലിയൊരു എല്ലാം ആധുനികമായി ചിന്തിക്കുന്ന, മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരവും മനസ്സും ആധുനികമായി കഴിഞ്ഞു. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് 3 തലമാണ്: ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. പക്ഷെ മനുഷ്യൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് പോയി ശരീരവും മനസ്സും അല്ലെ ബുദ്ധിയും ഒക്കെ ചിന്തിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് ഇന്നും പ്രാകൃത മനുഷ്യനായിട്ട് കഴിയുകയാണ്. അവിടെയാണ് നമുക്ക് പുരോഗതി ഇല്ലാത്തത്. അവിടെയാണ് നമ്മൾ മാറി ചിന്തി, അവിടെയാണ് നമ്മൾ നവീകരിക്കപ്പെടേണ്ടത്. നമ്മൾ പഴയ നിയമം തൊട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു മാറ്റം അതാണ്. നമ്മളെല്ലാവരും പഴയ നിയമവും പുതിയ നിയമവും വായിക്കണം. കാരണം പഴയ നിയമത്തിൽ എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ സംഭവിക്കുക എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ എന്തായിരുന്നു എന്ന് അറിയണം. കാരണം പഴയത് മാറി പുതുതാക്കുകയാണ്. നമ്മൾ പഴയ കാലഘട്ടം മാറി പുതിയ കാലഘട്ടത്തിലേക്ക് വന്ന പോലെ തന്നെ ആത്മീയമായിട്ട് നമുക്കൊരു പുതിയ ദൈവവചനം നമ്മൾ വായിക്കുന്ന ട്രാൻസിഷൻ ഉണ്ട്, പഴയതിൽ നിന്നും പുതിയതിലേക്ക്. വെളിപാട് പുസ്തകത്തിൽ ഏറ്റവും ഒടുവിലത്തെ അധ്യായം 22, അതിന് തൊട്ട് മുമ്പുള്ള 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: ഇതാ ഞാൻ എല്ലാം നവീകരിക്കുന്നു, ഇതാ ഞാനെല്ലാം പുതുതാക്കുന്നു. യേശുവിൻ്റെ ജീവിതകാലത്ത് യേശു ഇത് അനേക തവണ പറഞ്ഞിട്ടുണ്ട്, ഞാനെല്ലാം പുതുതാക്കുന്നു എന്ന്. പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ ഈശോ നമുക്കറിയാം 17 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാൻ ഞാൻ വന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. പൂർത്തിയാക്കാൻ എന്ന് പറയുമ്പോൾ പഴയ നിയമം പൂർത്തീകരണമല്ല, അത് തുടക്കം മാത്രമായിരുന്നു. അത് എല്ലാവർക്കും ഒന്നും മനസ്സിലായില്ല, വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടുമില്ല. അതുകൊണ്ടാണല്ലോ പല കാര്യങ്ങളും മത്തായി 5 ഈശോ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നല്ലോ: കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകുമെന്ന് പൂർവികരോട് പറയപ്പെട്ടത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഫോഷ എന്ന് വിളിക്കുന്നവൻ ന്യായദിവസത്തിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായി തീരും. അപ്പോൾ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കാൻ നിൽക്കുമ്പോൾ ഉള്ളിൽ സ്നേഹമായിരിക്കട്ടെ, സ്നേഹത്തോടുകൂടി ആയിരിക്കട്ടെ. ഇത് പുതിയതാണ്. അതിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ശർമ്മ കുർബാനയിൽ നവമൊരു പീഠം ഒരുക്കിയിടാം. പഴയതൊക്കെ നമ്മുടെ ഹൃദയവും മനസ്സും ഒക്കെ നവീകരിച്ചുകൊണ്ട്, എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട്, കരുണ കാണിച്ചുകൊണ്ട്, നമ്മുടെ മനോഭാവത്തെ മാറ്റിക്കൊണ്ടുവന്ന് ബലിയർപ്പിക്കുവാനായിട്ട് തിരുവചനം നമ്മൾ ഓർപ്പിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ന്യൂയോർക്ക് സ്റ്റേറ്റിന് വേണ്ടി, അമേരിക്ക മുഴുവൻ, ലോകം മുഴുവൻ വേണ്ടി നമ്മൾ പ്രാർത്ഥന, ന്യൂയോർക്കിൽ നിന്ന് ഓമന അലക്സ കുടുംബം പ്രാർത്ഥന നയിക്കുമ്പോൾ ഓമന നമ്മളെ ഓർപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ്? ദൈവവചനത്തിലാണ് നവീകരണം നടക്കുക. ദൈവവചനത്തിലൂടെ പോകുമ്പോഴാണ്, ദൈവവചനം പാലിക്കുമ്പോഴാണ് നമുക്ക് നവീകരണം നടക്കുക. ഞാൻ പറഞ്ഞത്, പഴയ നിയമം നമ്മളത് മനസ്സിലാക്കി പുതിയ നിയമത്തിലേക്ക് യേശുക്രിസ്തു വന്നത് പഴയതിനെ പുതുതാക്കാനായിട്ടാണ്. മോശ നൽകിയ നിയമത്തെ പുതിയൊരു നിയമമാക്കി. നമുക്കറിയാം 10 കൽപ്പനകളെ യഹൂദരുടെ ഇടയിൽ അത് നിയമം പാലിക്കാൻ അത്രമാത്രം മാനുഷികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നത് കൊണ്ട് മോശ നിയമത്തെ 10 കൽപ്പന, ദൈവം കൊടുത്ത 10 കൽപ്പനയെ 613 കൽപ്പനകളായിട്ട്, സബ് ഡിവിഷനുകളായിട്ട് വലിച്ചു നീട്ടി. കാരണം എന്താ? തൊടുന്നതും തിരിയുന്നതും മാറുന്നതും നോക്കുന്നതും എല്ലാം, അവിടെയെല്ലാം തിന്മയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് അതിനൊക്കെയും നല്ലൊരു യഹൂദനായി നിൽക്കുവാനായിട്ട് 10 കൽപ്പന പോരാ എന്ന് കണ്ട് അത് 613 കൽപ്പനകളാക്കി മാറ്റിയ ഇന്നും യഹൂദരങ്ങനെയാണ്. വേണ്ട, 613 കൽപ്പനകൾ അവർക്കുണ്ട്. എന്നാൽ യേശു വന്നപ്പോൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. യേശു എന്ന 613 കൽപ്പനകളെ 10 കൽപ്പനകളെയും കൂടി എടുത്തിട്ട് വെറും 2 കൽപ്പനകളായിട്ട് മാറ്റി. മനുഷ്യർക്ക് പാലിക്കാൻ എളുപ്പമായ ഒന്ന്, നിന്റെ ദൈവമായ കർത്താവാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും, നിനക്ക് എല്ലാം തന്നു നിന്റെ ദൈവമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാത്തിനേക്കാൾ ഉപരിയായി നീ ദൈവത്തെയാണ് അറിയേണ്ടത്, ദൈവത്തെയാണ് സ്നേഹിക്കേണ്ടതെന്ന് 1-ാമത്തെ കൽപ്പനയും. 2, ഈ ഭൂമിയിൽ നമ്മെപ്പോലെ തന്നെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു.
നമ്മൾ ഒത്തിരി സ്വാർത്ഥനാണ്. നമുക്ക് മാത്രമേ ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്ക് മാത്രം, ബാക്കി ആർക്കും ഒരു കുഴപ്പം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, എൻ്റെ കാര്യം നടക്കണം, അങ്ങനെയുള്ള എല്ലാ മനുഷ്യരും. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ കാര്യം നടന്നിട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ നമ്മളുടെ കാര്യം പോലെ തന്നെ മറ്റുള്ളവരെയും, അല്ലെ, മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നിയമം യേശു പറഞ്ഞത്. അതായത് നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന്. ഇന്ന് നമുക്ക് ആ ഒരു മേഖല നമ്മൾ പ്രാകൃതമാണ്. ഇപ്പോൾ നമ്മുടെ സ്വാർത്ഥമതികളാണ്. 2026 ആധുനിക യുഗത്തിൽ, AI യുഗത്തിൽ ജീവിക്കുമ്പോൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജീവിക്കുമ്പോഴും നമ്മുടെ ആത്മാവ് ഇന്നും പഴയ നൂറ്റാണ്ടിലാണ്, പഴയ ശിലായുഗത്തിൽ എന്ന പോലെയാണ്. കാരണം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോ കൊണ്ട് പറഞ്ഞില്ലേ, പണ്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു. വീണ്ടും ഈശോ പറയാണ്, വീണ്ടും മുമ്പ് പറഞ്ഞ മത്തായി 17:5-18 വരുമ്പോൾ, ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ, സമസ്തവും നിറവേറുന്നത് വരെ നിറവോളോ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. യേശു പറയാണ്, ഒരു നിയമവും ഞാൻ മാറ്റിക്കളയുന്നില്ല, ഒന്നും മാറ്റുന്നില്ല. വള്ളിയോ പുള്ളിയോ നോക്കി, എത്ര കൃത്യമായിട്ടാണ്. വള്ളിയോ പുള്ളിയോ നോക്കി. നമ്മൾ ഒരു വാചകം എഴുതുമ്പോൾ ഒരു കോമായും കുത്തും ഒക്കെ ഉണ്ടല്ലോ. ഒരു കോമായും കുത്തും മാറിപ്പോയാൽ വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ഞാൻ പ്രീ-ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് പ്രൊഫസറെ പഠിപ്പിച്ച ഒരു കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടാവുന്നത്. അദ്ദേഹം പറയാണ്, ഇതേക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പറയാണ്. ഒരു മനുഷ്യനെ ഒരു ജഡ്ജ് ഒരു വിധിവാചകം എഴുതുകയാണ്. അതിനിങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഹാങ്ങിയും വിധിവാചകമാണ്, അല്ലെങ്കിൽ ഒരുത്തനെ കൊല്ലാൻ വേണ്ടി അല്ലെ കൊല്ലാതിരിക്കാൻ വേണ്ടിയുള്ള നിയമം. ഹാങ്ങിയും ഒരു കോമായിട്ട് പറഞ്ഞത്, നോട്ട് ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ഒറ്റ വാചകമാണ്, ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ. ഹാങ് ഹിം നോട്ട് എന്ന് പറഞ്ഞൊരു കോമയാണ്, ലെറ്റ് ഹിം ഗോ. അപ്പോൾ ആ കോമ എൻ്റെ നോട്ട് എന്നുള്ളതിന് മുമ്പിലേക്ക് ഹാങ് ഹിം എന്നുള്ളത് ഒരു കോമ ഇങ്ങോട്ട്, അല്ലെ, ഹാങ് ഹിം എന്ന് പറഞ്ഞൊരു കോമ ഇട്ടിട്ട് നോട്ട് ലെറ്റ് ഹിം ഗോ. മൊത്തം മാറി, മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. അതായത് ആ ഒരു കോമയിൽ അവനെ തൂക്കരുത്, അവനെ വെറുതെ വിട്ടയക്കുക എന്ന് പറഞ്ഞ ആ കോമ മുമ്പിലോട്ട് മാറിയാൽ ഹാങ് എന്ന് പറഞ്ഞ കോമ അങ്ങോട്ട് മാറ്റിയിട്ടാൽ ഹാങ് ഹിം നോട്ട് ലെറ്റ് ഹിം ഗോ, അവനെ തൂക്കുക, അവൻ പോകാൻ അനുവദിക്കരുതെന്നായി. അപ്പം ഞാനത് ഓർക്കും, ഇന്ന് ഈ വചനമൊക്കെ വായിക്കുമ്പോൾ, എൻ്റെ ദൈവമേ, ഒരു കോമ മാറിപ്പോയാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തന്നെ മാറും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ദൈവവചനത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ ഒരു കോമയോ ഫുൾ സ്റ്റോപ്പോ മാറുകയില്ല. ഒന്നും മാറിയിട്ടില്ല. എല്ലാം ദൈവം മനോഭാവത്തിൽ എന്താണ് ദൈവം ആഗ്രഹിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഇന്ന് അവൻ ഓർപ്പിച്ചതുപോലെ മർക്കോസ് 12:24 വചനം ഈശോ പറയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മൾ ദൈവവചനം മാത്രം പാലിക്കുന്നില്ല, ദൈവവാക്യെല്ലാം, ലോകത്തിന് നിയമമൊക്കെ പാലിക്കും. നമ്മുടെ ആത്മീയ തലം ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്, മനുഷ്യൻ്റെ 3 തലം, ശരീരവും മനസ്സും ആത്മാവും. ശരീരവും മനസ്സും എല്ലാം പുതിയ യുഗത്തിലാണ്, എല്ലാം മാറി. പഴയ ശിലായുഗത്തിൽ നിന്ന് മാറി ആധുനിക യുഗത്തിലാണ്, അല്ലേ? നമ്മുടെ ജീവിത രീതികളൊക്കെ മാറി. AI എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ നമ്മുടെ ആത്മാവ്, പലരുടെ ആത്മാവ് ഇന്നും പഴയ ഇരുണ്ട യുഗത്തിലാണ്, ശിലായുഗത്തിലാണ്, പണ്ടത്തെ രീതിയിലാണ് ഇപ്പോൾ ജീവിക്കുക. യേശു മാറ്റി പലതും, അല്ലെ, കൊല്ലരുത് എന്ന് പറയുമ്പോൾ സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. യോഹന്നാൻ എഴുതി വെച്ചിട്ടുണ്ട്, 1 യോഹന്നാൻ 3, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവനില്ല, സ്വർഗത്തിൽ പോകത്തില്ല എന്ന് വെറുക്കുന്നവൻ. യേശുവിന് പറയാണ്, വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചിട്ടുള്ളൂ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. മത്തായി 5 ഇതെല്ലാം 27. വ്യഭിചാരം ചെയ്യരുത് ഞാൻ എന്ന് കൽപ്പിച്ചിട്ടുള്ളൂ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഇത്ര വ്യക്തമായിട്ടാണ് നിയമം യേശു വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതുതാകുമ്പോൾ ഒത്തിരി കാലം മത്തായി 5 മുഴുവനായി യേശു തൻ്റെ അജണ്ട മത്തായി 5 തുടക്കം നമുക്കറിയാം, സുവിശേഷ ഭാഗ്യങ്ങളാണ്. യേശുവിൻ്റെ അജണ്ട അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അജണ്ട പ്രഖ്യാപനം. ഒരു ഗവൺമെൻറ് വരുമ്പോൾ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കൊണ്ട് അജണ്ട പ്രഖ്യാപനം, അത് നമുക്കറിയാം, ഗവർണർക്കൊക്കെ സമർപ്പിക്കുന്ന സംഭവം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ യേശു ദൈവരാജ്യത്തിൽ വന്നപ്പോൾ ആദ്യം വിളിച്ചു പറഞ്ഞ സംഭവങ്ങൾ മത്തായി 5 തുടക്കം, മലയിലെ പ്രസംഗം എന്ന് പറയുന്നത്. അവിടെ എല്ലാ കാര്യങ്ങളും യേശു പുതുതാക്കുകയാണെന്നൊരു കാര്യമാണ്. വീണ്ടും അത് മുഴുവൻ വായിക്കുന്നില്ല. മത്തായി 5:38, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു.
ഒരുത്തിന്റെ കണ്ണ് ഒരാൾ കുത്തിപ്പൊട്ടിച്ചാൽ കുത്തിപ്പൊട്ടിക്കുന്ന ആളിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണം. ഒരുത്തിന്റെ പല്ല് ഒരാൾ അടിച്ചു പൊഴിച്ചാൽ അടിച്ച ആളിന്റെയും പല്ല് പൊഴിക്കണം. ഇതായിരുന്നു പഴയ നിയമം പണ്ട്. അത് നമ്മളല്ലേ ശിലായുഗത്തിലെ നിയമമാണ്. അതെല്ലാം യേശു മാറ്റിയിട്ട് എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കർണത്തെ അടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ ഉടുപ്പ് കരസ്ഥമാക്കാൻ ബുദ്ധി വയ്ക്കുന്നതിന് മേലങ്കി കൂടി കൊടുക്കാം. 1 മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നതോടുകൂടി 2 മൈൽ ദൂരം പോകുക. ഇതാണ് ഏതാണ് AI? ആത്മീയമായിട്ട് AI ഇതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറഞ്ഞ പോലെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. AI എന്ന് പറഞ്ഞ പോലെ നമുക്കിന്ന് പരിശുദ്ധാത്മാവിൻ്റെ യുഗമാണ് ഈ കാലഘട്ടം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാലഘട്ടം പെന്തക്കോസ്താനാവുന്ന പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്ന് പറയാറില്ലേ? കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടറിലെ ബാക്കി അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങളും അതിൻ്റെ പ്രിൻ്ററും സെറ്റപ്പും കാര്യങ്ങളും മെഷീനും ഒക്കെയാണ് ഹാർഡ്വെയർ. പക്ഷേ അതിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രോഗ്രാമിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഫ്റ്റ്വെയർ ഇപ്പം നമ്മളുടെ പഴയ ഹാർഡ്വെയർ തന്നെയാണ് ഇപ്പോഴും. നമ്മുടെ പഴയ ശരീരവും പഴയ ജീവിതവും പഴയ മനുഷ്യനുമാണ്. പക്ഷെ ദൈവം യേശുക്രിസ്തു വന്ന് എന്താ നമ്മളെ നവീകരിച്ചത്? എന്താണ്? കമ്പ്യൂട്ടർ നവീകരിക്കുന്ന പോലെ, റീബൂട്ട് ചെയ്യുന്ന പോലെ, അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് പോലെ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. യേശുക്രിസ്തു നമ്മളിൽ ഇൻസ്റ്റാൾ ചെയ്ത അതായത് കമ്പ്യൂട്ടർ പോലെ പ്രോഗ്രാം, ഹാർഡ്വെയർ സോഫ്റ്റ്വെയറും, അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇത് പണ്ട് അത് ആദത്തിനെ ജനിപ്പിച്ചപ്പോൾ ദൈവം ആദത്തിൻ്റെ ഉള്ളിലേക്ക് നാസറന്നങ്ങളിലേക്ക് ജീവന്റെ ശ്വാസം ഊതി എന്ന് പറയുന്നില്ല, അന്ന് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സാത്താൻ്റെ വൈറസ് എന്ന് പറയില്ലേ, കമ്പ്യൂട്ടറിൽ വൈറസ് കയറുന്നത് പോലെ സാത്താൻ്റെ മനോഭാവത്തിലേക്ക് പോയി. ഏദൻ തോട്ടത്തിൽ വെച്ച് ഇതെല്ലാം തെറ്റിപ്പോയി. കംപ്ലീറ്റ് ദൈവത്തിൻ്റെ പ്രോഗ്രാം എല്ലാം മാറിപ്പോയി. ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഉൽപ്പത്തി 6 പറഞ്ഞത്. ദൈവം നോക്കിയപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രോഗ്രാമൊന്നും അല്ല മനുഷ്യനിൽ നടക്കുന്ന, സാത്താൻ്റെ പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് എന്ന് റീബൂട്ട് ചെയ്യുന്ന പോലെയാണ് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിട്ട് ദൈവം ഒരു പുതിയ സൃഷ്ടി നടത്തിയിട്ട് നമുക്കറിയാം. പരിശുദ്ധ അമ്മയിലൂടെ ഭൂമിയിൽ മനുഷ്യനായി വന്ന യേശു ക്രിസ്തു ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ടെക്നോളജിസ്റ്റിനെ പോലെ, കമ്പ്യൂട്ടർ എഞ്ചിനീയറെ പോലെ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് നമ്മളിലെ ഈ വൈറസിനെ എടുത്തു മാറ്റുകയാണ്. മറ്റു വാക്കിൽ പറഞ്ഞ് ഞാൻ കമ്പ്യൂട്ടർ ഭാഷ സംസാരിക്കണം. അതായത് യോഹന്നാൻ പറഞ്ഞ ഇങ്ങനെയാണ്, 1 യോഹന്നാൻ 2-ലും 3-ലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സാത്താന്റെ പ്രവൃത്തികളെ ഇല്ലാതാക്കാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി വന്നത് എന്ന്. ഭൂമിയിൽ വൈറസ് ബാധിച്ച് കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ വാശിയും വൈരാഗ്യവും വിദ്വേഷവും സ്നേഹം എന്താണെന്ന് അറിയാതെ ഇല്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ആദ്യ മനുഷ്യന്, ആദത്തിൻ്റെ മക്കൾ, ആദ്യം മൂത്തവൻ കായേന ആബേലിനെ ഇളയവനെ കൊല്ലുകയാണ്. ഇത്രമാത്രം വൈറസ് നെഗറ്റീവാണ്. ദൈവസ്നേഹമാണ്. കൊല്ലുക എന്നുള്ളത് പിശാചിന്റെ സ്വഭാവമാണ്. യേശു പറഞ്ഞു യോഹന്നാൻ 10:10 അവൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമാണ്, ഞാൻ വന്നിരിക്കുന്നതോ ജീവൻ നൽകാനും ഇത് സമൃദ്ധമായി ഉണ്ടാകണം. പുതിയ യേശുക്രിസ്തു ജീവൻ നൽകുന്നുവെങ്കിൽ പഴയ യുഗത്തിലെ പഴയ നിയമത്തിലെ സാത്താൻ ഇന്ന് നമ്മളെ കൊല്ലുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൊല്ലേണ്ടവർ, നമ്മൾ മരിക്കാൻ, നമ്മൾ ജീവിച്ചിരിക്കേണ്ടവരാണ്. അതുകൊണ്ട് നമ്മൾ നവീകരിക്കപ്പെടണം, നമ്മൾ റീബൂട്ട് ചെയ്യപ്പെടണം യേശുക്രിസ്തുവിലൂടെ. എല്ലാ മനുഷ്യനും ഞാൻ ഇന്നലേക്ക് ഓർപ്പിച്ചു. കാരണം അനേക മതങ്ങളും അനേക മനുഷ്യന്റെ ഈ അവസ്ഥയെ മാറ്റാൻ വേണ്ടി അനേക രീതിയിലെ മതങ്ങളും മതസ്ഥാപകരും ഒക്കെ ഭൂമിയിൽ വന്ന് പ്രവർത്തിച്ചു നൂറ്റാണ്ടുകളിലൂടെ. എല്ലാം ഒന്നും ശരിയായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ല കമ്പ്യൂട്ടർ ടെക്നോളജിനെ പോലെ ഏറ്റവും നല്ല മനുഷ്യനായ ഭൂമിയിൽ ദൈവം തന്നെ വന്നുകൊണ്ട് തൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവം ആദ്യം നമ്മളെ സൃഷ്ടിച്ചതുപോലെ സാത്താൻ നമ്മൾ നിവേശിപ്പിച്ച വൈറസിനെയൊക്കെ എടുത്തു മാറ്റിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ വെച്ച് തൻ്റെ സാത്താനോട് പോരാടി നമ്മളെ അവൻ്റേതാക്കി മാറ്റിയിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവിനെ പന്തക്കോസ്താ നാളിൽ നമ്മൾ വീണ്ടും നിവേശിപ്പിച്ചുകൊണ്ടാണ് നമ്മളെ സോഫ്റ്റ്വെയർ അതായത് പഴയ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പരിശുദ്ധാത്മാവെന്ന സോഫ്റ്റ്വെയർ വീണ്ടും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് മാമോദീസായിലൂടെ നമുക്ക് നൽകിക്കൊണ്ട് തിരുസഭയിൽ നാം ആയിരിക്കുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. ഒന്നാമത്തെ വായന ഇന്ന് സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. അവിടെ യേശുവിനെ കുറിച്ചാണ് പറയുക. ഒരു പ്രവചനമാണ്, സക്കറിയയുടെ പ്രവചനമാണ് യേശുവിനെ കുറിച്ച്. ഇവിടെ ഇങ്ങനെ പറയാണ്, സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു. അവിടെ ഒരു കാര്യമുണ്ട്. യേശു വന്നത് ഈ സാത്താൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ, നമ്മൾ കാണുന്ന
ഹെറോദോസും കാണുന്ന ആ ഒരു അഹങ്കാരത്തോടെ നിൽക്കുന്നുണ്ടല്ലോ യേശുവിൻ്റെ മുമ്പിൽ. യേശു വന്ന് തലകുമ്പിട്ട് നിൽക്കുമ്പോൾ ഹെറോദോസൊക്കെ ചൊല്ലി പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, നിന്നെ വിട്ടയക്കുവാനും നിന്നെ ക്രൂശിക്കുവാനും എനിക്ക് അധികാരമുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ഈശോയോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ. അവൻ ദൈവിക സ്വഭാവം ഞാൻ പലപ്പോഴും ഓർപ്പിച്ചു. സാത്താനെ ജയിക്കുവാനായിട്ട് നമുക്കുള്ള സ്വഭാവം സ്നേഹവും ക്ഷമയും സഹനവും വിനയം എളിമ ഇതൊക്കെയാണ്. അപ്പോൾ ഈ രാജാവിനെ കുറിച്ച് പറഞ്ഞത്, അതായത് മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യ രക്ഷിക്കാൻ വരുന്ന രക്ഷകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സക്കറിയ പ്രവചിച്ച് ഇങ്ങനെയാണ്: ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അടുത്ത വാചകം പറയാണ്, അവൻ വിനയാന്യുതനായി. അല്ലേ, അന്ന് യേശുവിൻ്റെ കാലത്ത് പട്ടാളക്കാരൊക്കെ കുതിരപ്പുറത്താണ് ഇങ്ങനെ വന്നതല്ലേ. കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ബഹളം വെച്ച്, കുളമ്പടിയുള്ള കുതിരവുമായിട്ട് വന്ന് ബഹളം വെച്ച് കൽപ്പനകളൊക്കെ കൊടുക്കുന്ന സമയത്ത് യേശു ജെറുസലേം ദേവാലയത്തിലേക്ക്, ദേവാലയം തൻ്റെ സ്വന്തമാണ്, തൻ്റെ പിതാവിൻ്റെ ആലയമാണെന്ന് പറയാനായിട്ട് യേശു വന്നത് കുതിരപ്പുറത്തല്ല. നമുക്കറിയാം, കഴുതയെ കണ്ടാൽ കഴുതല്ലേ, ഇതൊരു കഴുതയാന്ന് പറഞ്ഞു, ഒരു ശക്തിയില്ലാത്ത. യേശു വന്നത് ഒരു കഴുതപ്പുറത്താണ്. വിനയാന്വിതനായി ആണ് യേശുവിൻ്റെ സ്വഭാവം. നമ്മളോട് കർത്താവ് ഓർപ്പിക്കുന്ന കാര്യമാണ്. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന്, അവിടെ ആത്മീയമായിട്ടാണ് പറയുക, ഞാൻ അവിടെ കരബലത്താലല്ല, സക്കറിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, കരബലത്താലല്ല സൈന്യബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. എളിമയുടെ ആത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ധൈര്യത്തിൻ്റെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, അതാണ് യേശുവിൽ ഉണ്ടായിരുന്നു. പറയുള്ളവരെ, അങ്ങനെയാണ് യേശു സാത്താനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും, പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവൻ്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ നദിയുടെ അറ്റം വരെയും ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കുമെന്ന് നമ്മളിന്ന് കാണുകയാണല്ലേ. യേശുക്രിസ്തു യാതൊരു യുദ്ധവും ചെയ്തില്ല. അല്ലെ, അവനിന്ന് ലോകത്തിൻ്റെ അതിർത്തി മറ്റൊരു അതിർത്തി വരെ, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയും വടക്ക് മുതൽ തെക്ക് വരെയും അവൻ്റെ നാമം വ്യാപിച്ച് നിൽക്കുന്നു. എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങും. ഇതൊരു വചനം കൂടിയാണ്. വചനം അറിയാത്തവനാണ് തെറ്റ് വരുന്നത്. ഫിലിപ്പിയർ 2 പറഞ്ഞുള്ളൂ, എല്ലാ മുട്ടുകളും, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും യേശുവിന് മുമ്പിൽ മടങ്ങുമെന്ന് ഫിലിപ്പിയർ 2:5 പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4:12 പത്രോസിനെ വിളിച്ചു പറഞ്ഞു, മറ്റൊരുവൻ രക്ഷയില്ല, ആകാശത്തിന് കീഴെ ഭൂമിയിൽ മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിന് നാമമല്ലാതെ ദൈവം ഏക, എല്ലാ ജാതി ജനതകളും വിശ്വസിക്കുന്ന ഏക സത്യ ദൈവം, ഏക ദൈവം തന്ന ഒരു നാമം യേശുവിൻ്റെ നാമം മാത്രമാണെന്ന്. അനേക നാമങ്ങളുണ്ടായിട്ടുണ്ട്, അനേക മതങ്ങളും മതസ്ഥാപകരും ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിലൂടെയാണ് ദൈവം, എല്ലാ മതങ്ങളും ഏറ്റുപറയുന്ന ഏക സത്യ ദൈവം അയച്ചത് യേശു ക്രിസ്തുവിനെയാണെന്ന് അറിയാൻ ഈ ഒരു വചനം, ഇത് തലമുറകളിലൂടെ പ്രവചിപ്പാണ്. നമ്മുടെ പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചതെല്ലാം അവിടെ കിടപ്പുണ്ട്. ആണ് ഞാൻ പറഞ്ഞത്, വെളിപാട് പുസ്തകത്തിൽ 21 ഞാനിതാ എല്ലാം നവീകരിക്കുന്നു. പ്രവാചക ഗ്രന്ഥങ്ങളിലൂടെ പോവുകയാണെങ്കിൽ ജെറമിയ പറഞ്ഞൊരു വചനമുണ്ട്. ജെറമിയ 31 പറയാണ്, ഇസ്രായേൽ ജനത്തോട് യൂദാഗോത്രത്തോട് ഞാനൊരു പുതിയ ഉടമ്പടി, യേശു വിശുദ്ധ കുർബാന ഒരു പുതിയ ഉടമ്പടിയാണ്. സ്നേഹത്തിൻ്റെ കൂദാശയായി മാറി വിശുദ്ധ കുർബാന. തൻ്റെ ജീവൻ അർപ്പിക്കുകയാണ് കാൽവരിയിൽ. സ്നേഹത്തിൻ്റെ അവിടെ യുദ്ധമല്ല, കാൽവരിയിൽ യേശു സ്നേഹമെന്ന ആയുധം ഉപയോഗിച്ചാണ്. ഞാൻ പറയും, AI പോലെ പരിശുദ്ധാത്മാവിൻ്റെ ആയുധങ്ങളിൽ ഒന്നാമത്തെയാണ് സ്നേഹം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഇന്ന് നമ്മൾ ഒന്നാമത്തെ ഞായറാഴ്ച ദിവസം ഒന്നാമത്തെ വായന സക്കറിയ പ്രവാചകൻ ഈ ശാന്തനായി വിനീതനായി വരുന്ന യേശുവിനെ കുറിച്ച് പ്രവചിച്ചപ്പോൾ, രണ്ടാമത്തെ വായനയിൽ പൗലോസ്ലിയ റോമർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായത്തിൽ നമ്മളോട് ഇന്നിങ്ങനെ ഓർപ്പിക്കുന്ന ഇങ്ങനെയാണ്. നമുക്കറിയാം, റോമർ 8 മുഴുവനും വായിക്കുകയാണെങ്കിൽ ജഡത്തെ ആത്മാവിലുള്ള ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ AI എന്ന് പറയുന്ന പോലെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഉണ്ട്. നമുക്ക് ശരീരം കൊണ്ട് ജീവിക്കാൻ വേണമെങ്കിൽ, നമ്മുടെ മനസ്സുകൊണ്ട് ജീവിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ആത്മീയമായ ആധുനികത, ആത്മീയ നവീകരണം എന്ന് പറയുമ്പോൾ എന്താ? ആത്മാവിലുള്ള ജീവിതമാണ്. നമ്മൾ പറയും ശരീരത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച് വേണം ജീവിക്കാം. അത് പഴയ കിരാതനല്ലേ.
എന്തെല്ലാം തോന്നിവാസം കാണിക്കുന്നത്, കണ്ണുകൊണ്ട് കാണുന്നത് ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്തുകൊണ്ട്, ജഡിക പാപങ്ങളെ ചെയ്തുകൊണ്ട് പോകുന്ന, കൊല്ലുക, വ്യഭിചാരം ചെയ്യുക, റേപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പോകുന്ന എല്ലാം ആ ശരീരത്തിൻ്റെതായ മാത്രമായുള്ള, അത് പഴയതാണ്, ആധുനികതയല്ല. ആധുനികത എന്ന് പറയുന്നത് ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ. അതാണ് റോമർ 8 പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൻ്റെ ജീവിതം എന്നാണ്, ആത്മീയ ജീവിതം. ഇപ്പം നമുക്ക് ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും നമ്മൾ രൂപാന്തരപ്പെട്ട നമ്മുടെ ആത്മീയ ജീവിതം. യേശുക്രിസ്തു തൻ്റെ ആത്മാവിനെ, ഞാൻ പറഞ്ഞ പുതിയ സോഫ്റ്റ്വെയർ പരിശുദ്ധാത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചത്. പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ സ്വഭാവമാണ്, യേശുവിൻ്റെ ആത്മാവ് തന്നെയാണ്. യേശുക്രിസ്തുവിലുണ്ടായിരുന്ന ആത്മാവിനെ തന്നെയാണ് ഓരോ മനുഷ്യരിലും ഇൻസ്റ്റാൾ ചെയ്തത്. പെന്തക്കോസ്ത് നാളിൽ അതിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഓപ്പണാണ്. നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കണം, നമ്മൾ സബ്മിറ്റ് ചെയ്യണം. നമ്മളെ സമർപ്പിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ഉള്ളിൽ മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ആ സോഫ്റ്റ്വെയറാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പഴയ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഗലാത്യരിൽ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണത്. എന്താ പറയുന്നത്? ഗലാത്യർ 5:10 ചിന്തിച്ചാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ അല്ല, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ശരീരത്തിൻ്റെ മോഹങ്ങളെ അല്ലെ ജഡമോഹങ്ങളെ, സ്വഭാവേന എന്തെല്ലാം ആഗ്രഹങ്ങളാണല്ലേ, നിയന്ത്രണമൊന്നും ഇല്ലാതെ ശരീരത്തിൻ്റെ ആ പ്രവണതകളുണ്ടല്ലോ. അതിനാണ് ശരീരത്തിൻ്റെ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടും പറയുമ്പോൾ, ശരീരം പറയുന്നതിൻ്റെ പിന്നാലെ പോകരുത്, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളുടെ മാത്രം പിന്നാലെ പോകരുത്. ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പുതിയ സോഫ്റ്റ്വെയറായ പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന, കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയർ എല്ലാം നിയന്ത്രിക്കുന്നത് പോലെ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ആ ആത്മീയ ശക്തിയാൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കാനുള്ള ഒരു കൃപയാണ് തിരുസഭയിലൂടെ ദൈവം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ലോകത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ട് നമ്മുടെ ആത്മാവിന്നും ശിലായുഗത്തിലാണ്. ശരീരത്തിൻ്റെ കൊലപാതകവും വ്യഭിചാരവും അശുദ്ധിയും റേപ്പ് ചെയ്തൊക്കെ നടക്കുന്ന ആ കാലഘട്ടം, അത് പുരാതന യുഗമാണ്. അതിൽ നിന്ന് മനുഷ്യൻ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഈ ക്ഷമിക്കുന്നതിനെ കുറിച്ച് മത്തായി 5 തിരിച്ചു പോവുകയാണെങ്കിൽ, യേശു പുതുതായിട്ട് പറഞ്ഞ പല കാര്യങ്ങളുണ്ട് അവിടെ. കണ്ണിന് പോലും കണ്ണ് അവിടെ പറഞ്ഞു. വീണ്ടും പറഞ്ഞു, അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ശത്രു എന്ന് പറഞ്ഞത് നമുക്ക് വചനപ്രകാരം നമുക്ക് അറിയത്തില്ല. ശത്രു നമ്മളെ ഉപദ്രവിച്ച മനുഷ്യർ ശത്രുവായിട്ട് നമ്മൾ അറിയാതെ ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മായിമ്മ ശത്രുവാണ്, ഭർത്താവ് ശത്രുവാണ്, ഭാര്യ ശത്രുവാണ്, സഹോദരങ്ങൾ ശത്രുവാണ്, മക്കൾ പോലും ശത്രുക്കളാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ഇന്നും ആത്മീയമായിട്ട് ശിലായുഗമാണിത്. എന്നാൽ യേശു എന്നാ പറഞ്ഞത്? 1 പത്രോസ് 5 പത്രോസിലെ പറഞ്ഞു, നിങ്ങളുടെ ശത്രുവായ പിശാച് എന്നാ പറഞ്ഞത്. നമ്മുടെ ഉള്ളിലെ ദൈവം നിക്ഷേപിച്ച ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് അത് വെളിപ്പെടുത്തി തരിക. നമ്മുടെ ശരീരവും മനസ്സും ഒരിക്കലും വെളിപ്പെടുത്തില്ല. ശരീരവും മനസ്സും പറയും, നിന്റെ ഭാര്യയാണ് നിന്റെ ശത്രു, നിന്റെ ഭർത്താവാണ് നിന്റെ ശത്രു, നിന്റെ അമ്മായിപ്പയോ നാത്തനോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ളവർ ആരെങ്കിലുമാണ്, നിന്റെ അയൽക്കാരാണ് അല്ലെങ്കിൽ ലോകത്തുള്ള ആരെങ്കിലുമാണ്, വേറൊരു മനുഷ്യനാണ് നിന്റെ ശത്രു എന്ന് ഇന്നും നമ്മുടെ ഉള്ളിലെ പഴയ ചിന്തകളുണ്ട്. സാത്താൻ്റെ മനോഭാവം നമ്മളോട് പറയുമ്പോൾ പരിശുദ്ധാത്മാവല്ല പറയുന്നത്. പരിശുദ്ധാത്മാവ് പറയുന്നത് നിങ്ങളുടെ ശത്രു പിശാച് മാത്രമാണ്, ഒരു മനുഷ്യനും നിങ്ങളുടെ ശത്രുവല്ല. കാരണം നമ്മൾ അവരെയും നമ്മളെപ്പോലെ സ്നേഹിക്കാനാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ പുതിയ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പുതിയ അല്ലെങ്കിൽ എന്നാ പറയുന്നത് സോഫ്റ്റ്വെയർ. പരിശുദ്ധാത്മാവിൻ്റെ ചിന്ത എന്താണ്? ശത്രുക്കളല്ല മനുഷ്യർ, അവർ നമ്മളെപ്പോലെ തന്നെയാണ്. അവരെ സാത്താൻ അങ്ങനെ വൈറസ് ബാധിച്ച മൂലം അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവൃത്തി മൂലം അവരങ്ങനെ ആയതാണ്. അവരല്ലത്. അതുകൊണ്ട് തിന്മയാണ് ശത്രു എന്നുള്ള ഒരു അറിവിലേക്ക് നമ്മൾ പുതിയ ഈ ചിന്താഗതിയിൽ നവീകരിക്കപ്പെട്ട ചിന്തയിൽ നമ്മൾ വരണമെന്ന് ആണ് ഈശോ പറഞ്ഞത്. വീണ്ടും നമ്മളിന്ന് വേറൊരു കാര്യം ചിന്തിക്കുകയാണ്. ഗലാത്യർ ലേഖനത്തിൽ ചിന്തിച്ച പോലെ എന്താ നമ്മൾ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയും. ഗലാത്യർ 5:19 പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ശരീരത്തിൻ്റെ വ്യാപാരം, ശരീരത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം എന്ന് പറയുമ്പോൾ മന്ത്രവാദവും കൂടോത്രം, സാത്താൻ്റെ പിന്നാലെ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അറിയാതെ സാത്താൻ്റെ പിന്നാലെ പോകുന്ന മന്ത്രവാദവും കൂടോത്രമൊക്കെ ഇല്ലേ, അതും അശുദ്ധി, വിഗ്രഹ ആഭിചാരം, അതാണ് മന്ത്രവാദം. പിന്നെയാണ് ശത്രുത, മനുഷ്യരോടാണ് ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം.
ഇതെല്ലാം ശിലായുഗത്തിന്റെ കാഴ്ചപ്പാടാണ്. ആത്മീയമായിട്ട് അങ്ങനെ ജീവിക്കേണ്ടവരല്ല നമ്മള്. ഇതിന് പറയാണ് പൗലോസ്, ഇങ്ങനെ ഇപ്പോഴും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തില് പുതിയ പ്രവേശിക്കുകയില്ല. അതായത് നമ്മുടെ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ ആത്മാവിന്റെ അവസ്ഥയാണ് ദൈവരാജ്യ അവസ്ഥ. നമ്മളിപ്പോഴും ഇങ്ങനെയാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് വചനമാണ്, ഞാൻ പറഞ്ഞതല്ല, വചനമാണ്. സ്വർഗത്തിൽ പോകില്ല. മരിച്ചാൽ ആത്മാവ് സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. കാരണം നമ്മുടെ ആത്മാവിനോട് ഇന്നും വൈറസാണ് ദുരാത്മാവ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർപ്പിക്കുന്ന ഈ മദ്യപാനം എന്ന് പറയുന്നുണ്ടല്ലോ, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത മേഖലയാണ്. കാരണം എന്താ, ഈശോ പഴയ നിയമം വായിക്കുമ്പോൾ മുഴുവനും വീഞ്ഞിനെ കുറിച്ച്, വീഞ്ഞ് നല്ലതാണ്, പുതുവീഞ്ഞ്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ പറയുന്നത്. എന്താണ് നമ്മളത് മനസ്സിലാക്കുക, വചനം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞു പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നു. അതായത് യേശുവാണ് ഈ പുതിയ ശക്തി പരിശുദ്ധാത്മാവ് നൽകിയത്. യോഹന്നാൻ 7:37 യേശു അതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും പുതിയ ഒരു ശക്തി, അതായത് പരിശുദ്ധാത്മ ശക്തി, അതവൻ പറഞ്ഞത് അവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അതുവരെയും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. യേശു ഭൂമിയിൽ പ്രവർത്തിക്കുമ്പോൾ പോലും പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടിരുന്നില്ല. കാരണം യേശു മരിച്ചുയർത്ത്, കാരണം അതുവരെ യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശു മനുഷ്യവർഗത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള ഒരു ഒരുക്കാനുള്ള ആ വിശുദ്ധി യേശു കാൽവരി കുരിശിലൂടെ തന്നെ ജീവിതം അർപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി തന്റെ ശരീരം തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് മരിച്ചുയർത്ത് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് എന്ന് അവരിൽ വിശ്വസിക്കുന്ന ആദിമ സമൂഹം 120 പേരാണ്. പരിശുദ്ധ അമ്മ ഉൾപ്പെടെ അപ്പോസ്തലർ 2:1 വായിക്കുന്നുണ്ട്. 1-2 വായിക്കുമ്പോൾ 120 പേര് യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമായ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന 120 പേരെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ മേൽ പന്തക്കോസ്താ നാളിൽ പരിശുദ്ധാത്മാവ് തീജ്വാലയായി വന്ന് നിറഞ്ഞു. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറി. അപ്പോൾ അവരുടെ ഉള്ളിൽ പിന്നെ ഇതില്ല. അവിടെ പത്രോസ് വിളിച്ചു പറയുന്നുണ്ട്, അവർ വിളിച്ചു പറഞ്ഞു, ഇവരിങ്ങനെ പത്രോസ്, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത പത്രോസ് വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ മനുഷ്യർക്കും ഭയങ്കര ജ്ഞാനത്തിന്റെ വാക്കുകളായിട്ട് തോന്നിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താ, ഇവർ പുതുവീഞ്ഞു കുടിച്ചവരാണ്. കാരണം വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല സന്തോഷമാണ്. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ പറയും, മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നുകൊണ്ട് ദൈവം മനുഷ്യരെ അനുവദിച്ചിരുന്നു വീഞ്ഞു കുടി. കാരണം സന്തോഷിക്കാൻ വേറെ ഒരു വകയില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനുള്ള ആനന്ദം എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അത് പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. ഏതാനും വ്യക്തികൾക്ക് മാത്രം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത, നമ്മൾ കാണുന്നത് ഏലിയ, യേശയ്യ, ജെറമിയ, ഇങ്ങനെ പ്രവാചകന്മാരിൽ മാത്രമാണ്. ബാക്കി പൊതുജനത്തിന് കിട്ടിയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളത് അറിയണം. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് ഇല്ലായിരുന്നുകൊണ്ട് സാത്താന്റെ അടിമത്തിൽ കിടക്കുന്ന മനുഷ്യനെ ആനന്ദിക്കാനായിട്ട് ഈ മദ്യം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വീഞ്ഞു കുടിച്ചാലേ പറ്റുള്ളൂ എന്ന അവസ്ഥയായിരുന്നതുകൊണ്ട് ദൈവം അത് അംഗീകരിച്ചു എന്ന പഴയ നിയമത്തിൽ. പ്രിയമുള്ളവർ, നമ്മളത് മനസ്സിലാക്കണം. അത് ശിലായുഗമാണ് ആത്മീയമായിട്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു നമ്മുടെ കാനായിലേക്ക് കല്യാണം വരുന്ന എല്ലാവരും എടുത്ത് പറഞ്ഞു, യേശു വെള്ളം വീഞ്ഞാക്കി. അത് കാരണം എന്താ, മനുഷ്യൻ്റെ പഴയ അവസ്ഥ യേശു മനുഷ്യൻ്റെ ബലഹീനതകളെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന യേശുവിനെയാണ് കാനായിലെ വെള്ളം വീഞ്ഞാക്കി കൊടുത്തുകൊണ്ട് അവരുടെ സന്തോഷം അവിടെ പൂർത്തിയാക്കി കാനായിലെ കല്യാണ വിരുന്നിൽ. പിന്നീട് നമ്മൾ കാണുന്നത് എന്താ, യേശുവിൻ്റെ ജീവിതത്തിലെ യേശു കുരിശിൽ മരിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് പെസഹരാത്രി ഈശോ എന്താ ചെയ്തെന്നറിയാം? ഞാൻ പറയും, ഈ കാനായിലെ സുവിശേഷത്തിൻ്റെ ആദ്യ പ്രവൃത്തി യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളമെടുത്ത് വീഞ്ഞാക്കി കൊടുത്തെങ്കിൽ ആ വീഞ്ഞെടുത്തുകൊണ്ടാണ് ഈശോ പറയാണ് തൻ്റെ രക്തമാക്കി മാറ്റുകയാണ്. നമ്മൾ അറിയണം, ഒരു വിശ്വാസി അറിയണം, വീഞ്ഞു കുടിച്ചല്ല ഇപ്പോൾ ജീവിക്കേണ്ടത്. നമ്മളിപ്പോൾ യേശുവിൻ്റെ രക്തം കുടിച്ചാണ്. പണ്ട് വീഞ്ഞു കുടിച്ചാലേ സന്തോഷം ഉണ്ടാകുമായിരുന്നു. കാരണം തലച്ചോറി പിടിച്ചു കഴിയുമ്പോൾ പിന്നെ എല്ലാം മറക്കതാണല്ലോ. എല്ലാം മറക്കാൻ വേണ്ടിയാണ്, എല്ലാം മറക്കാൻ വേണ്ടിയാണ് കള്ളു കുടിക്കുന്നതെന്ന്. തലച്ചോറി പിടിച്ചു കഴിയുമ്പോൾ പൗലോസ് വീണ്ടും അതേക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യസിൽ പറയുന്നുണ്ട്, നമ്മളെന്താ പറയുന്നത്, പലപ്പോഴും ചിന്തിച്ചാണ് ആ വചനങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് കാര്യം കുറ്റം. ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയണം. പറയുന്നത് അവിടെ പറയുന്നത്, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാത്മാവുണ്ട്, അതിൽ പിശാചിൻ്റെ ആത്മാവുണ്ടെന്ന്. വീഞ്ഞു കുടിച്ച് ഉന്മത്തരായിക്കുമ്പോൾ നമ്മളത് അറിയണം പ്രിയമുള്ളവർ. ഗലാത്യർ 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഈ ആത്മാവിൽ വീഞ്ഞു കുടിക്കുന്നവർക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് വീഞ്ഞു കുടിച്ച് ഗലാത്യർ അല്ലെങ്കിൽ എഫേസസ് 5:17 ഇങ്ങനെ പറയുന്നുണ്ട്, 18
ദൈവവചനമാണിത്. പരിശുദ്ധാത്മാവിലൂടെ പൗലോസ് പറഞ്ഞതാണ്. പുതിയതാണിത്. ആണിത് ആത്മീയമായിട്ട്, പഴയതല്ല. പുതിയ ആത്മാവിലെ, പരിശുദ്ധാത്മാവിലെ പൗലോസ് പറഞ്ഞാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്. അതിൽ ദുരാസക്തിയുണ്ട്, അതിൽ ദുരാത്മാവുണ്ട്. മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മളിപ്പോഴും വീഞ്ഞു കുടിച്ച് സന്തോഷിക്കുന്നതെങ്കിൽ നമ്മളിന്നും ആത്മീയമായിട്ട് ശിലായുഗത്തിലാണ്, സാത്താൻ്റെ അടിമത്തത്തിലാണ്. നമ്മളിന്ന് ആത്മീയമായിട്ട് തകർന്നു കിടക്കുന്നത് ഒറ്റ കാരണം അതാണ്. അതുകൊണ്ടാണ് പൗലോസിലെ എഫേസ്യർ 5 പറഞ്ഞ്, വീഞ്ഞു കുടിച്ച് ഉന്മത്തരാ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നേരെ നരകത്തിലേക്ക് നമ്മുടെ ആത്മാവ് പോകുന്നു. കാരണം അതിൽ ദുരാത്മാവാണ് നമ്മുടെ ആത്മാവിലേക്ക് കയറുന്നത്. ഈ നവീകരണം, ഇത് യേശു എല്ലാം ഞാൻ നവീകരിക്കുന്നു അല്ലേ? ജെറമ്യാ പറഞ്ഞതാ, എല്ലാം നവീകരിക്കുന്നു, ഞാൻ പുതിയ കാര്യം ചെയ്യുന്നത് മുളയെടുക്കും, നിങ്ങൾ അറിയുന്നില്ല. ജെറമ്യാ 31:34 പറഞ്ഞു. യേശു നവീകരണവുമായിട്ടാണ് വന്നത്. നമ്മുടെ സുവിശേഷം നമ്മൾ പഴയ നിയമം വായിച്ചിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് മാറ്റം അറിയുന്നത്. യേശുവിൻ്റെ ജീവിതത്തിലെല്ലാം നവീകരിച്ചു. വെളിപാട് 21 പറഞ്ഞതുപോലെ, ഇതാ എല്ലാം ഞാൻ നവീകരിക്കുന്നു. വെളിപാട് 21:5 സ്വർഗസിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. പരിശുദ്ധ പരമാധീവകാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.